പക്ഷെ അടിച്ച് ജയിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റവരുടെ വോട്ട് ജോർജ് മാനുവലിനുണ്ടെങ്കിൽ ക്യാമറ ഓടിക്കാൻ നമുക്ക് ഇവിടെ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു റാഡിക്കലായിട്ടുള്ള ചിന്താഗതി ഇവിടെ ജയിക്കലടാ അവര് എന്തായാലും. കൊളോണിയൽ ചിന്താഗതി തന്നെയാണ് പുള്ളി എന്താ പറയണെന്ന് അറിയില്ല നമുക്ക്. പക്ഷെ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ഭൂഷ്വാസികൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്. ലളിതമായിട്ട് പറഞ്ഞത് എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഉത്തമം ഉണ്ടായിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ട് അതിനെക്കൊന്ന് മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായി. എനിക്കൊന്ന് പറഞ്ഞു തന്നെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ്വരി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായി.